കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു രഹസ്യമൊഴി നൽകാൻ കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിലെത്തി. ആംബുലൻസിലാണ് കലാരാജു എത്തിയത്. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, എന്തായാലും ഇനിയുള്ള നടപടിക്രമങ്ങൾ? കോലഞ്ചേരി മജിസ്ട്രേറ്റ് നമ്പർ 3 ആണ് കലാരാജുവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. അല്പം മുമ്പാണ് കലാരാജു കടവന്തറ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ നിന്ന് ഈ കോലഞ്ചേരിയിലെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിയത്. അവർ ആംബുലൻസിനുള്ളിലാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അവരുടെ കുടുംബം അറിയിക്കുന്നത്. കലാരാജുവും മകനുമാണ് ഇപ്പോൾ ഈ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. രഹസ്യമൊഴി മുന്നോട്ട് പോക്കുണ്ടാകുക. കാരണം നേരത്തെ കലാരാജുവിൻ്റെ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് CPM ഏരിയ സെക്രട്ടറിയും നഗരസഭാ അധ്യക്ഷയും അടക്കമുള്ള CPM നേതാക്കളെ പ്രതിയേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 4 പേരുടെ അറസ്റ്റ് അടക്കം ഉണ്ടാകുകയും ചെയ്തത്. ഇനി കലാരാജുവിൻ്റെ രഹസ്യമൊഴി കൂടി കിട്ടിയാൽ മാത്രമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോലീസിന് പോകാൻ കഴിയുക. അതിനുവേണ്ടിയാണ് കലാരാജുവിനെ ഇക്കാര്യത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ തന്നെ എത്തിച്ചൊരു രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ആ നടപടികളിലാണ് കടന്നിരിക്കുന്നത്. ഇന്നലെ ആദ്യം സമൻസ് അയക്കുന്നു. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് കലാരാജു ആ രഹസ്യമൊഴി നൽകാൻ എത്തിയില്ല. തുടർന്ന് വീണ്ടും മജിസ്ട്രേറ്റ് കോടതി സമൻസ് അയക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഈ നടപടികൾ നീണ്ടുപോയതിൽ വലിയ ആശങ്ക പോലീസിനുണ്ട്. കാരണം കലാരാജു രഹസ്യമൊഴി നൽകാൻ നീട്ടിക്കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ പോലീസ് കൂടുതൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നില്ല. ഇതിനിടയിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അടക്കമുള്ളവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി പുതിയ കേസും പോലീസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ ഉപരോധം തീർക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും കൈകയറ്റം ചെയ്യുകയും ചെയ്തു എന്നതാണ് ഈ നേതാക്കൾക്കെതിരായിട്ടുള്ള കേസ്. CPM നേതാക്കൾക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ കൂടി കേസുകളിൽ പ്രതികളാകുകയാണ്. ഇവരെല്ലാവരെയും അറസ്റ്റ് ചെയ്യുക എന്ന രീതിയിലേക്ക് പോലീസ് പോകുന്നു. അതായത് CPM നേതാക്കൾ ഒരു ഭാഗത്ത് ഈ കേസിൽ പ്രതികളായിട്ടുണ്ട്, മറുഭാഗത്ത് കോൺഗ്രസ് നേതാക്കളുമുണ്ട്. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഇന്ന് കലാരാജു നൽകുന്ന രഹസ്യമൊഴി, ആ രഹസ്യമൊഴിയാണ് നിയമപരമായി പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. രഹസ്യമൊഴി നൽകാൻ വേണ്ടി മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് കലാരാജു.